ഇന്നത്തെ വീഡിയോ റാഗി വെച്ചുള്ള നല്ലൊരു ഹെൽത്തി എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായിട്ട് 1 കപ്പ് റാഗി 1 മണിക്കൂർ മുമ്പ് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ റാഗി പൗഡർ വെച്ച് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. റാഗി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ റെസിപ്പികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ മതി. ഇനി അരിച്ചെടുത്ത ആ ഒരു റാഗി വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പാനിലേക്ക് മാറ്റുമ്പോഴും അരിപ്പ വെച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചെടുക്കാൻ വേണ്ടി. കാരണം ചെറുതായിട്ട് ഇതിൽ തരികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒരരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചു മാറ്റുന്നുണ്ട്. അപ്പോൾ ദാ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു റാഗിയിലേക്ക് അല്പം പാലിൻ്റെ ആവശ്യമുണ്ട്. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് തേങ്ങയും 1 കപ്പ് വെള്ളവും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടി ടേസ്റ്റ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാനെടുത്ത പാല് ഇത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ തേങ്ങാപ്പാൽ കിട്ടിയേക്കുന്നത് ഒരു 1.5 കപ്പോളമാണ് കേട്ടോ. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഈ 1.5 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം കുറച്ച് ബാലൻസ് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം കസ്റ്റേർഡ് പൗഡർ ഉണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ടകളൊന്നും ഇല്ലാതെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച റാഗിയും തേങ്ങാപ്പാലും ഉണ്ടല്ലോ, അതിലേക്ക് 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണെങ്കിലും മതി കേട്ടോ. പക്ഷെ ഞാൻ ആ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചസാര ചേർത്തത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ലിനായിട്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഫ്ലെയിം കുറച്ച് വേണം വെച്ചു കൊടുക്കാൻ. മാത്രമല്ല കൈ എടുക്കാൻ പാടില്ല കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ കുറച്ച് കൈ എടുത്ത് വേറെ എവിടെയെങ്കിലും മാറി നിൽക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റാഗി കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കട്ട പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് വെച്ചാൽ ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം കൈ എടുക്കാതെ തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. ഈ കുറുകി വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ മാറ്റി വെച്ച കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോഴും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ കൈ എടുക്കാതെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്നായിട്ട് തിക്കായി വന്നത്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം വേറൊരു ട്രേയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ കളയുന്നുണ്ട് കേട്ടോ. ഇനി ചൂടോട് കൂടി തന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഇത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിംഗ് മോൾഡിലൊക്കെ ആണെങ്കിലും ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പംകിൻ സീഡും ഡേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി ഒന്ന് ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറോളം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരമണിക്കൂറാണ് എടുത്തത് സെറ്റ് ആവാൻ വേണ്ടി. നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റാഗി കൊണ്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.